അപ്പോൾ ഇന്ന് ജോർജിയയിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആയാലും ആരായാലും, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വരാൻ വേണ്ടി വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ, മെഡിസിൻ അല്ലാതെ പഠിക്കാൻ വരുന്ന കോഴ്സ് വല്ലതും നോക്കുന്നുണ്ടെങ്കിലോ, എൻജിനീയറിങ്ങോ പിന്നെ BBAക്കോ എന്തെങ്കിലും ആയാലും, IT ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അതിനു വേണ്ടി പറ്റിയ ടോപ്പ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റിയ വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ചെയ്യാൻ പോകുന്നത്. ഇൻ ജോർജിയ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ടോപ്പ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ജോർജിയ. അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അതിപ്പോൾ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ പിന്നെ നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും ഇപ്പോൾ റാങ്ക്, അക്രഡിറ്റേഷൻ, ട്യൂഷൻ ഫീ എല്ലാം നമുക്കൊന്ന് കവറാക്കാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസാണ് ഇൻ ജോർജിയ. ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ്. ആദ്യം നമുക്ക് ഫുൾ പ്രൈവറ്റ് ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് പറഞ്ഞുതരാം. അത് പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൂടെയും ചോദിക്കുന്നുണ്ട്, അതൊന്ന് ചെയ്യാവോ. അതിനും കൂടെ വേണ്ടിയാണ്, ഇതിൽ ഗുണമുള്ളത് അവർക്ക് ഗുണം ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഫർമേഷൻ പലർക്കും ഇത് ഡൗട്ടുള്ള കാര്യമാണ്, ഇവിടെ ഏതാണ് പ്രൈവറ്റ് ഇതിലെ ബെസ്റ്റ് എന്ന് നോക്കാം നമുക്ക്. അതിലിപ്പോൾ കുറേ ഉണ്ട്, ഒരു മെയിനായിട്ടുള്ളതെല്ലാം ഞാൻ പറയാം. ബെസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം എന്താണ് മെയിൻ എന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ എന്ത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്താലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കണം. അപ്പം അതിൽ മെയിൻ എന്താണെന്ന് വെച്ചാൽ അക്രഡിറ്റേഷൻ എന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലെങ്ങനെയാണ് ആ യൂണിവേഴ്സിറ്റി എന്നൊന്ന് കാണണം. പിന്നെ അതിൻ്റെ ഇപ്പം WHO അംഗീകാരം ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, എന്നാലല്ലേ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പഠിച്ച് വന്ന് എക്സാം കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ റെക്കഗ്നൈസേഷൻ ഉണ്ടോ നോക്കണം. ഇന്ത്യ, യൂറോപ്പ്, മറ്റ് രാജ്യങ്ങൾക്ക് ഇതൊക്കെ ഗുണമാവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. പിന്നെ ട്യൂഷൻ ഫീസ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓരോ കാര്യങ്ങളിലും. പിന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ, അത് MBBS ആണെങ്കിൽ മാത്രം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. MBBS ആണെങ്കിൽ നിങ്ങളത് എന്തായാലും അറിയേണ്ട കാര്യമാണ്. ബിക്കോസ് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇല്ലാത്തയും കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കൽ കുറയും, പിന്നെ നാട്ടിൽ വന്നിട്ട് വൻ പാടായിരിക്കും. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതലുണ്ടോ ഇല്ലയോ, അവിടെ പഠിക്കുന്നുണ്ടോ ഇല്ലയോ, അതെല്ലാം നിങ്ങൾ ഇത് നോക്കണം. ഇത് നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കായിരിക്കും പിന്നെ അത് ബാധിക്കുന്നത്. പിന്നെ ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ യൂണിവേഴ്സിറ്റിക്കാർ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഏജൻ്റ് ആയാലും ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കണം. പിന്നെ ലൊക്കേഷൻ ടിബിലിസി അല്ലെങ്കിൽ എവിടെയാണ്, മറ്റിടങ്ങളിൽ എവിടെയാണ് എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചൊക്കെ സ്ഥലങ്ങളുണ്ട്, മെയിനായിട്ട് കുട്ടൈസി, ബത്തൂമി അതേപോലത്തെ സ്ഥലങ്ങളിലാണോ എന്ന് നോക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങൾ അത്ര ചൂസ് ചെയ്യില്ല നിങ്ങൾ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ അതിന് മുന്നേ നോക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലായിട്ട് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ബെസ്റ്റിൽ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് സ്ഥലം ടിബിലിസി തന്നെയാണ്. എല്ലാം ടിബിലിസിയാണ് മെയിൻ. സത്യം ടിബിലിസിയാണ് ഇവിടുത്തെ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെയാണ് അവർ കൂടുതൽ, ഇവിടെ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാം ബെസ്റ്റ് ഞാൻ പറയുന്നെങ്കിൽ. ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്കെല്ലാം ആക്സസ് കിട്ടും. ഇപ്പോൾ കടയായാലും ബാക്കി എല്ലാം ആണെങ്കിലും ഇവിടെ മെട്രോ ഉണ്ട് ടിബിലിസിയിൽ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അല്ലാതെ നിങ്ങൾ വേറെ സ്ഥലം ചൂസ് ചെയ്യണമെങ്കിൽ ഇത്രയും ഇത് കിട്ടൂലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ടിബിലിസി ചൂസ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ നോക്കൂ. ഓക്കെ, അപ്പോൾ ഇതാണ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും പ്രൈവറ്റിൽ. എന്തുകൊണ്ട് അതൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിപ്പം അവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലുണ്ട്, നല്ല കൂടുതലാണ്. പിന്നെ MBBS പ്രോഗ്രാം നല്ല രീതിയിൽ ഇതാണ്. ബാക്കിയുള്ള പ്രോഗ്രാമും ഉണ്ട്. പിന്നെ മോഡേൺ ഫെസിലിറ്റീസാണ്. അപ്പം ഇത് മെയിനായിട്ട് വരുന്നത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അത് എന്തിനൊക്കെയാണ് ഗുണം വരുന്നതെന്ന് പറഞ്ഞുതരാം. ഈ യൂണിവേഴ്സിറ്റി മെയിനായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസിന് നല്ലതായിരിക്കും. ബിക്കോസ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യണം ഇൻ്റർനാഷണൽ മെഡിക്കൽ MBBS പരമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഏതായാലും ചൂസ് ചെയ്യാൻ. എല്ലാത്തിലും ഞാൻ പറയാനും ഉണ്ട്, പക്ഷേ ഇത് കൂടുതലും പ്രിഫർ ചെയ്യും മെഡിക്കൽ സ്റ്റുഡൻസിനെയാണ്. പിന്നെ ബെസ്റ്റ് എന്ത് പ്രിഫർ ചെയ്യുന്നതും കൂടെയാണ് ഞാൻ പറയുന്നത്. പിന്നെ പറയുന്നത് കോക്കാസസ് യൂണിവേഴ്സിറ്റിയാണ്. അത് ടിബിലിസി തന്നെയാണ് ലൊക്കേഷൻ. ഇത് ചൂസ് ചെയ്യണമെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇൻ്റർനാഷണൽ പാർട്ണർഷിപ്പ് അങ്ങനത്തെ പരിപാടികൾ. പിന്നെ സ്ട്രോങ് അക്കാഡമിക് റെപ്യൂട്ടേഷൻ നല്ല രീതിയിലുണ്ട്.
അപ്പം കോക്കാസസ് അതുകൊണ്ട് മികച്ചു നിൽക്കും. ഇത് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ബിസിനസ് മാനേജ്മെൻറ്റും ഇവിടെയും മെഡിസിൻ ഉണ്ട്, ഇവിടെയും ആൾക്കാരുകൾ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. ഇത് ഞാൻ അല്ലാത്ത രീതിയിൽ പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ഞാൻ പറയാൻ പോണ എല്ലാം WHO അംഗീകാരം ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ വേണമെങ്കിലും തപ്പാം. ഓക്കെ, എന്നിട്ട് മാത്രമേ തീരുമാനം എടുക്കൂ. ആര് പറയണത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനം എടുക്കല്ലേ. ഇത് എൻ്റെ ഒരു നോളജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, അതും ടിബിലിസിയിലെ SCU എന്ന് പറയും. അത് പോപ്പുലർ എമംഗ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും പിന്നെ മൾട്ടിപ്പിൾ പ്രോഗ്രാം അവിടെ ഉണ്ട്. മോഡേൺ ക്യാമ്പസ് ആണ്. പിന്നെ MBBSനും ബെസ്റ്റാണ്. ബിക്കോസ് അവിടെ കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഉക്രൈനിലെ വാർ വന്ന സമയത്ത് ഇപ്പോൾ കുറേ പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെയാണ് പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്. അവിടെയും കുറേ പിള്ളേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നല്ലത് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് നാട്ടിൽ വന്നാലും ഒരു പ്രശ്നവും കാണൂല. പിന്നെ 4ാമത്തെ ന്യൂ വിഷൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും. അപ്പം ഇതും ടിബിലിസി തന്നെയാണ്, എല്ലാം ടിബിലിസിയിലാണ്. പിന്നെ ഇത് മെഡിക്കൽ പ്രോഗ്രാംസിൽ ബെസ്റ്റാണ്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് നല്ല രീതിയിൽ ഉണ്ട്. കമ്മ്യൂണിറ്റി എല്ലാം ഇംഗ്ലീഷ് മീഡിയം കോഴ്സസ് ആണ്. എല്ലാം കൂടുതൽ ഇംഗ്ലീഷ് അറിയായിരിക്കും അവിടെ ഉള്ളവർക്ക്. പിന്നെ ചില സ്ഥലങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുന്നവരും കുറവായിരിക്കും, അല്ലെങ്കിൽ അല്ലാത്തവരും കാണും. പക്ഷേ എല്ലാ സ്ഥലത്തും പൊതുവെ ടീച്ചർമാർക്ക് ഇംഗ്ലീഷ് അറിയാം. കാരണം അല്ലാതെ വയ്ക്കൂല, 1-2 കൊല്ലം വന്നാലേ ഉള്ളൂ, അല്ലാതെ ഇല്ല. നിങ്ങളാരും അതൊന്നും പേടിക്കണ്ട, ഇംഗ്ലീഷും കൂടെ ഇതായതേന്. അതുകൊണ്ട് അതാണ് അതിലും ബെസ്റ്റ്. മെഡിക്കൽ പ്രോഗ്രാം എല്ലാം ബെസ്റ്റ് ആയിരിക്കും. പിന്നെ അൾട്ടെ യൂണിവേഴ്സിറ്റിയാണ് 5ാമത്. അതെന്ന് പറയുന്നത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ സ്ട്രക്ചറും കാര്യങ്ങളിലൊക്കെ ഇത്തിരി ചെറുതാണെങ്കിൽ പോലും, പക്ഷേ അകത്ത് ടീച്ചർമാരായാലും പഠിപ്പിക്കുന്ന പിന്നെ അക്കാഡമിക് കാര്യങ്ങളായാലും എല്ലാം ബെസ്റ്റാണ്. നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇത് മെഡിസിന്, ബിസിനസ്, ടെക്നോളജി പ്രോഗ്രാം, IT എല്ലാത്തിനും ഇത് ബെസ്റ്റാണ്. മെഡിസിൻ ഇവിടെയാണ്, ഈ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം ആൾട്ടെ യൂണിവേഴ്സിറ്റി. അപ്പം ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളതനുസരിച്ച് നോക്കിയിട്ടൊക്കെ ചെയ്താൽ മാത്രം മതി. ഞാനിതെന്തായാലും പ്രിഫർ ചെയ്യും. ബിക്കോസ് ഞാനിത് പഠിക്കുക, ഞാനിപ്പം ലാസ്റ്റ് ഫൈനൽ ഇയർ ആയി. ഇപ്പോൾ എനിക്ക് അടുത്തത് ഇൻറ്റേൺഷിപ്പാണ്. അതോടെ കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളത് ചൂസ് ചെയ്യുമ്പോൾ നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. 5 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് നോക്കി. ഇവിടെയും ഇതെല്ലാം ബെസ്റ്റാണ്. പിന്നെ MBBS ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ പല ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ തിരഞ്ഞെടുക്കുക. ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷനും പിന്നെ ട്യൂഷൻ ഫീ എല്ലാം നോക്കിയിട്ടാണ്. ഇവിടെ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി $5000 വർഷത്തിൽ. അതിനെ ട്രാൻസ്ഫർ ആയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 5500 ആണ്. SCUലും 5500 ആണ്. ന്യൂ വിഷനിലും ആ റേഞ്ചൊക്കെയാണ്, 6000. പിന്നെ യൂറോപ്യനും 6000, 5000 ആ റേഞ്ച്, 7000 ആ റേഞ്ചൊക്കെ വരും. കോക്കാസസിലും അങ്ങനെ തന്നെയാണ്, 5500 അങ്ങനെയൊക്കെയാണ്. ഇതെല്ലാം ആ ഒരു റേഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ഇൻ്റർനാഷണൽ എക്സ്പോഷർ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് പയ്യെ ചൂസ് ചെയ്ത്, ഏജൻറ്റുമാരെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നോക്കി ചൂസ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ നമുക്കത് പണി കിട്ടും. പിന്നെ അവരൊന്നും കൈ കാണൂല, അവർ പൈസക്കൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അല്ലാതെ പിന്നെ ആരും നോക്കുകയൊന്നുമില്ല. അതുകൊണ്ട് അതെല്ലാം സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾ പലരും കോമൺ മിസ്റ്റേക്സുകൾ കുറച്ച് ഇതാക്കാറുണ്ട്. റാങ്കിങ് മാത്രം നോക്കി ഒരിക്കലും അഡ്മിഷൻ എടുക്കല്ലേ നിങ്ങൾ. അതിലൊന്നും കാര്യമില്ല. കാരണം അല്ലാതെ എങ്ങനെയാണ് ഇപ്പോൾ റാങ്കിങ് നോക്കിയിട്ട് ചിലവർ വിടും, പക്ഷെ അവിടെ ആയിരിക്കും നല്ലത്. അതൊന്നും നിങ്ങൾ നോക്കല്. പിന്നെ പൈസ നോക്കിയേ എടുക്കല്. പിന്നെ നല്ല രീതിയിൽ റെക്കഗ്നൈസേഷൻ ഇതാക്കുക. WHO MCA അപ്രൂവ്ഡ് ആണോ, NMC എല്ലാം ഓക്കെ ആണോ. പിന്നെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ഒന്നും അധികം നോക്കാതിരിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് എന്താണോ പ്രിഫർ ആക്കുന്നത് അത് നോക്കി അങ്ങ് എടുക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആണോ അവിടെ പഠിക്കാൻ, ഇതെല്ലാം ബെസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കാനൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വെബ്സൈറ്റിൽ തപ്പി നോക്കിയാൽ മതി. ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക. ആൾട്ടെ യൂണിവേഴ്സിറ്റി അടിച്ചാൽ തന്നെ വരും, അല്ലെങ്കിൽ SU അടിച്ചാൽ തന്നെ വരും. പിന്നെ വെരിഫൈ ചെയ്യുക കറണ്ട് ഇപ്പം അവിടെ ആരാണ് പഠിക്കുന്നത് അവരിൽ നിന്ന് ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. എങ്ങനെയാണ് ആ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ അവർ തന്നെ നല്ല രീതിയിൽ പറഞ്ഞു തരും. കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ബാക്കി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പിള്ളേരെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. പിന്നെ ഇപ്പോഴത്തെ ഫീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിക്കുക. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ നോക്കി തന്നെ ഇതൊക്കെയാണ് മെയിൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ജോർജിയ.
അപ്പം നിങ്ങൾ ഇനി നിങ്ങൾക്ക് വേറെ വല്ലതും ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. ഇത് ഒരാൾ ചോദിച്ച കമൻറ്റാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യാവൂ, ഞാനതിപ്പം ആ ആൾക്ക് വേണ്ടി ചെയ്യുക. അപ്പം അവർക്കൊക്കെ ഗുണമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഇൻഫർമേഷൻ നല്ല ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം കുറേ പിള്ളേരിങ്ങനെ വരാനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഗുണമായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് തന്നെയാണ്, 4-5 വർഷമായി ഇവിടെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാനിന്ന് ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.